തീർച്ചയായും ഇതുവരെ ഇപ്പോഴും ഇത്ര സമയമായി നമ്മൾ ഏകദേശം 1:15 കൂടിയാണ് നമ്മളിവിടെ എത്തുന്നത്. ആ സമയം മുതൽ ഇതുവരെ ഭക്ഷണം ഒന്നും വന്നിട്ടില്ല. എത്തും എന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നടപടികളൊന്നും ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ വന്നിട്ടില്ലല്ലോ ഭക്ഷണം? ഇല്ല. ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട്. ഇല്ല, വാങ്ങിച്ചിപ്പോ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇല്ല, കൊടുത്തില്ല. ഇല്ല. രാവിലെ ആ പഴവും ബ്രെഡും മാത്രം കഴിച്ചതാണ് കുഞ്ഞുങ്ങള്. ഇതുവരെ ഒരു വക കഴിച്ചിട്ടില്ല. മോളോട് ചോദിക്കൂ അഖിൽ. ചിലർക്കൊക്കെ കൊടുത്തു. ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. ബ്രെഡ് അല്ലാതെ വേറെ ആർക്കും ഇവിടെ കിടക്കുന്ന ഇത്രയും ഉണ്ടോ? കുട്ടി പേടിച്ചിട്ട് സംസാരിക്കുന്നില്ല. ചെറിയ കുട്ടിയാണ്. പേടിക്കണ്ട കേട്ടോ. വിശക്കുന്നുണ്ടോ? പേടിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. മോൻ കഴിച്ചായിരുന്നോ? ഇല്ല, പഴം കഴിച്ചേ ഉള്ളൂ. ബ്രെഡും. എന്തായാലും ഭക്ഷണം ഇപ്പൊ എത്തുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നു. അതായത് തന്നെയാണ് ആ കുഞ്ഞിന്റെ വാക്കാണ്. വിശക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിന് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആരാണ് പറഞ്ഞത്? ഫ്രണ്ടിൽ പോകുന്ന സാറ്. അതാ പറഞ്ഞ നിങ്ങൾ പിള്ളേരെ വെച്ചോണ്ട് നിങ്ങൾ ജോലി ചെയ്യത്തില്ലേ, നിങ്ങളൊന്നും ചെയ്യാതാണോ കഴിക്കുന്നത്? ആ പോകുന്ന സാറാ പറഞ്ഞത്. എപ്പോഴായിരുന്നു അങ്ങനെ പറഞ്ഞത്? ഉച്ചയ്ക്കാണ് പറഞ്ഞത്. വന്ന് ഒരു 12 മണിയൊക്കെ ആയി. അപ്പോഴാണ് വന്ന് പറഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് 12 മണിയായപ്പോൾ അവർ വന്നപ്പോഴാണ് അവരങ്ങനെ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പിള്ളേരെ വെച്ചോണ്ട് നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഈ പിള്ളേരെ കൊണ്ട് അങ്ങേപ്പുറ ക്യാമ്പിൽ പോയി ഞങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നത്, ഇവിടെ ഞങ്ങൾക്ക് വെച്ച് തരുവാണെങ്കിൽ ഞങ്ങൾ വെച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ചോദിച്ചു, നിങ്ങൾ വീട്ടിലൊന്നും ചെയ്യാതാണ് പിള്ളേരെ വെച്ചോണ്ട് കഴിക്കുന്നത്. സംസാരിച്ചു എന്നാണ്. അവർക്ക് ആരാണ് ഉദ്യോഗസ്ഥന്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ അവരോട് സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ വീട്ടിലാകുമ്പോൾ ഭക്ഷണം വെച്ച് കഴിക്കില്ല എന്ന രീതിയിൽ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഇവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. അതിനിടയിൽ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കൂടി ഉണ്ടാകും. സ്വാഭാവികമായും മനുഷ്യർക്ക് ദേഷ്യം വരും. വിശപ്പാണ്. വിശപ്പിന് ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളത് വലിയ കാര്യം അത് തന്നെയാണ്. രാവിലെ അതിൽ ഇവർ ബുദ്ധിമുട്ട് പ്രധാനമായി പറയുന്നത് രാവിലെ ഗ്യാസ് സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും പിന്നീട് അത് തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ലേ രാവിലെ ഗ്യാസ് സിലിണ്ടർ ഇവിടെ കൊണ്ടുവന്നല്ലേ? അതെ, കൊണ്ടുവന്ന് എന്നിട്ട് എടുത്തോണ്ട് പോവുകയും ചെയ്തു. തിരിച്ചെടുത്തിട്ട് പോയത് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വന്നെടുത്തോണ്ട് പോയതാണ്. പിന്നെ നാളത്തേക്ക് എല്ലാം ഭക്ഷണം എല്ലാം ഉണ്ടാക്കാനുള്ള മാർഗം പറയുമെന്ന് പറഞ്ഞു. ഇന്നത്തെ രാവിലത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും ഒരു തീരുമാനവും ഇല്ല. എങ്ങനെന്താ? അല്ല, നാളെ ആകുമ്പോ ചത്തുപോകുമല്ലോ പട്ടിണി കിടന്ന്. അപ്പൊ അവര് നാളെ ഇതെല്ലാം കൊണ്ടുവരും. കൊച്ചുങ്ങൾക്ക് ചോറ് മേടിച്ച് ഞാൻ പുറത്തുനിന്ന് നമ്മളിരിക്കും, കൊച്ചുങ്ങളിരിക്കുമോ? അതിന് കൊച്ചുങ്ങൾക്ക് 2 ചോറ് മേടിച്ച് ഞാൻ കൊടുത്തു. അത് കഴിച്ചോണ്ടിരിക്കുക അവര്. പിള്ളേർക്കെങ്കിലും കിട്ടണ്ടേ? ഇവർക്കും ഒരു മനസാക്ഷി ഇല്ലേ? ഇവർക്കും അറിയാവില്ല. ഇവർക്കും തള്ളയും മക്കളും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളതല്ലേ. അവർ ആ ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കണ്ടേ? ഇല്ലേ? അതുപോലും അവർ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്നാ കൂടുതൽ അവരോട് പറയാനാ? അരമണിക്കൂറിലധികം സമയമായില്ല. അവര് വന്ന് പറഞ്ഞതും അരമണിക്കൂറില്ലല്ലോ. കോട്ടയം ഗവൺമെന്റ് ടൗൺ LP സ്കൂൾ തന്നെയല്ലേ ആ സ്ഥലം? പിള്ളേർക്കെങ്കിലും കോട്ടയം ടൗണിലാണോ ഇത്? ഈ പിള്ളേർ കൊച്ചു പിള്ളേർ ഈ പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ടൗൺ നഗരത്തിലെ ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളാണ്. ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളിലാണ്. ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളിലാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്നവർ, ജില്ലാ ഭരണകൂടം, സർക്കാർ എല്ലാവരും ശ്രദ്ധിക്കണം. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലാണ് 150 മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നവർ. അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണമില്ല. എത്രയും വേഗം അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. കുട്ടികളുണ്ട്, വയോധികരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ എത്രയോ മണിക്കൂറായി അവർ വിശന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ അവരോട് ആവശ്യപ്പെടുന്നത് സ്വന്തം നിലയ്ക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാനാണ്. അതല്ല എങ്കിൽ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലുമുള്ള ക്യാമ്പുകളിൽ പോയി ഭക്ഷണം കഴിക്കാനാണ്. ഇത് ശരിയായ രീതിയല്ല. അവർക്ക് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരുടെ വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അവർ പായിപ്പാട് 1-ാം വാർഡിലെ 150 പേരാണ്. പായിപ്പാട് 1-ാം വാർഡിൽ നിന്നുള്ള അവിടുത്തെ വീടുകളിൽ നിന്നുള്ള 150 പേരാണ് ഈ ഒരു ക്യാമ്പിലുള്ളത്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഗവൺമെന്റ് ടൗൺ LP സ്കൂളാണ് ഈ ക്യാമ്പ്. അപ്പോൾ അവിടെ 150 പേരുണ്ട്. അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയോധികരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം എത്തുന്നില്ല എന്ന പ്രശ്നമാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം.